പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ സ്ഥലം MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പേരെടുത്ത് പറയാതെയാണെങ്കിൽ പോലും അത്ര തന്നെ അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി. മോഡി പറഞ്ഞത് ഇവിടുത്തെ MLA ഈ സ്ത്രീ പീഡനത്തിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അതുപോലൊരു കേസിൽ പെട്ടിരിക്കുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് കൂട്ടിയണം, കേരളത്തിലെമ്പാടും BJP സ്ഥാനാർത്ഥികൾ കൂട്ടിയണം എന്ന രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ആരെയാണെന്നും അദ്ദേഹം അതിൻ്റെ അകത്ത് കുത്തി പറഞ്ഞത് ആരെയാണെന്നും കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പത്രത്തിൽ വായിച്ചവർക്കും TV-യിൽ കണ്ടവർക്കും മനസ്സിലായി. ഇത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അല്ലെ അദ്ദേഹത്തിൻ്റെ നിലപാടനുസരിച്ച് പുള്ളി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ധീര വിപ്ലവകാരിയാണ്. ചില സ്ത്രീകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. ചിലർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, ചിലർ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പരാതി കൊടുത്തു, ചിലർ KPCC ഓഫീസിൽ പരാതി കൊടുത്തു, ചിലർ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചില പരാതികളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പരാതി പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നേരസ്ഥതയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച് വേറെ ആർക്കും അഭിപ്രായമില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പല ആളുകളും ഇദ്ദേഹത്തെക്കുറിച്ച് കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, VD സതീശൻ പറയുന്നുണ്ട്, മറ്റ് പലരും പറയുന്നുണ്ട്. ചില നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാരും ചിലരുടെ പെൺമക്കളും ഇദ്ദേഹത്തെക്കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നരേന്ദ്രമോദിയെപ്പോലൊരാൾ, ഒരു വരത്തൻ, ഈ ഡൽഹിയിൽ നിന്ന് പാലക്കാട്ട് വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പള്ളു പറഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടം എങ്ങനെ കേട്ട് സഹിച്ചിരിക്കും? അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. പുള്ളി പറഞ്ഞു, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയും ഈ നരേന്ദ്രമോദിക്ക് എന്താ കാര്യം? ഇയാൾ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചവനല്ലേ? ഇയാളാരെ ശ്രീരാമനാണോ എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പുള്ളി ഫേസ്ബുക്ക് വഴിക്ക് നടത്തി. മാത്രമല്ല, അദ്ദേഹം പാലക്കാട്ട് ക്യാമ്പ് ചെയ്ത് പിഷാരടിയെ ജയിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ രാഹുൽ ബ്രിഗേഡ് മൊത്തമായിട്ടും പിഷാരടിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുകയാണ്. ഇനി അഥവാ പിഷാരടി ജയിച്ചാലും അതിൻ്റെ ക്രെഡിറ്റ് രാഹുലിന് തന്നെ കിട്ടും. കാരണം രാഹുലിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, രാഹുലിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, രാഹുലിൻ്റെ സൽപ്പേര് കൊണ്ടാണ് പിഷാരടി ജയിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പിഷാരടിക്കും ഷാഫിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഉത്കണ്ഠ ആർക്കുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം ചൊടിച്ചു, അഭിപ്രായം പറഞ്ഞു. അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് എടുത്താൽ മതി. രാഹുൽ ഗാന്ധി പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാലും ആ പേരിൻ്റെ കുഴപ്പമല്ല. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഈ അഭിപ്രായത്തോട് യോജിപ്പില്ല എങ്കിൽ പോലും. പക്ഷേ ഞാനിവിടെ പറയാൻ വന്ന അതിനെക്കുറിച്ചല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരഭിപ്രായം പറഞ്ഞാൽ നമ്മളത് ഗൗനിക്കേണ്ടതില്ല. പക്ഷേ പ്രധാനമന്ത്രിയെ വളരെയധികം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ദൈവതുല്യം കണക്കാക്കുന്ന വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. ഈ തന്ത്രി കുടുംബാംഗമാണ് എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ ഏതാനും ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന, അതിൽ തന്നെ 2 ദിവസം ഉണ്ണാവ്രതം അനുഷ്ഠിക്കേണ്ടി വന്ന ഒരാളാണ്, ഒരു പുരുഷാവകാശ പ്രവർത്തകനാണ് രാഹുൽ ഈശ്വർ എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഈ മോഡിയുടെ പരാമർശങ്ങൾ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് കേട്ടപ്പോൾ ആമർഷമാണ് തോന്നിയത്. അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗി എന്ന രീതിയിൽ നരേന്ദ്രമോദിയോട് വിമർശനമാണ് തോന്നിയത്. പക്ഷേ രാഹുൽ ഈശ്വറിന് അങ്ങനെയല്ല. രാഹുൽ ഈശ്വറിന് നരേന്ദ്രമോദിയെ വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്, ഈശ്വര തുല്യം കണക്കാക്കുന്ന ആളാണ്. അങ്ങനെയുള്ള നരേന്ദ്രമോദി ഈ പാവപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഒരു സ്ത്രീ വിരുദ്ധനാണ്, ആഭാസനാണ്, പെണ്ണുപിടിയനാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടന്നു കേട്ടപ്പോൾ പാവം രാഹുൽ ഈശ്വറിൻ്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയെ പോലെ ഒരാളിൽ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. മോഡിജി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അവിവാഹിതൻ, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ ഈ ചെറുക്കന് പെണ്ണ് കെട്ടാൻ പോലും ബുദ്ധിമുട്ടാവും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദുഷ്പേരിന് ഇപ്പം തന്നെ ധാരാളം കളക്കം വന്നു കഴിഞ്ഞു. അത് ഇനിയും വർദ്ധിക്കും. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തിലാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തുള്ള ഇന്ത്യ മാരായത്ത് ഇദ്ദേഹത്തിന് സ്ത്രീകളുടെ ഇടയിലുണ്ടാകാൻ പോകുന്ന മതിപ്പെന്തായിരിക്കും? അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴുള്ള മതിപ്പിന് എന്തുമാത്രം കോട്ടം സംഭവിക്കും? അത് ആലോചിക്കേണ്ടായിരുന്നു. അതുകൊണ്ട്
രാഹുൽ ഈശ്വറിൻ്റെ വേദനിക്കുന്ന ഹൃദയം നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഡിജി, അങ്ങ് ഈ അഭിപ്രായം മാറ്റി പറയണം. രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് രാഷ്ട്രീയമായിട്ട് എതിർക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ തനി പട്ടാണ്. പട്ടം എന്ന് പറഞ്ഞാൽ ബനാറസ് സിൽക്കല്ല, കാഞ്ചീപുരം പട്ടാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് മോഡിജി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ ശരിയായില്ല. ആ അഭിപ്രായം തിരുത്തണം. മോഡിജിക്ക് പെമ്മക്കളുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും അവരാരെ കൊണ്ടെങ്കിലും ഇദ്ദേഹത്തെ കല്യാണം കഴിപ്പിക്കാൻ വരും. അപ്പോൾ അത് നിവൃത്തിയില്ലാതെ പോയി. അതുകൊണ്ട് മോഡിജി നിലപാട് തിരുത്തണം, അഭിപ്രായം തിരുത്തണം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മര്യാദക്കാരനാണ്, സൽസ്വഭാവിയാണ്. ആർക്കും അവരുടെ പെൺമക്കളെ അല്ലെങ്കിൽ സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മാതിരി യോഗ്യനാണ് എന്നൊരു അഭിപ്രായം പറയണം. രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിർക്കാം, പക്ഷേ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെ ദൂഷിച്ച് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ദൈവദോഷത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഞാനും ഈ രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. കാരണം ഈശ്വരൻ്റെ അഭിപ്രായമുള്ളൂ അദ്ദേഹം രാഹുൽ ഈശ്വരനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നരേന്ദ്രമോദി അഭിപ്രായത്തിൽ മാറ്റം വരുത്തും. രാഹുൽ ഈശ്വർ വളരെ മര്യാദക്കാരനും സത്യസന്ധനുമാണ്. അദ്ദേഹം സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുള്ള ആളാണ്. പീഡനവ്യഗ്രനായ ഒരു വ്യക്തിയല്ല, മറിച്ച് സ്ത്രീകളുടെ സ്നേഹത്തിനും സഹാനുഭൂതിക്കും താല്പര്യത്തിനും പാത്രീഭൂതനായ ഒരു മനുഷ്യനാണ് എന്ന് തിരുത്തി പറയും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. രാഹുൽ ഈശ്വർ പ്രകടിപ്പിച്ച വികാരത്തോട് പരിപൂർണമായിട്ട് യോജിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസിച്ചു.